അസ്വാഭാവിക പിന്തുണയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കും സംശയമില്ല. ഇതിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി രണ്ടാമത്തെ തവണയാണ് ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നത്. നേരത്തെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ കാര്യങ്ങൾ അൻവറിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് P ശശിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ADGPയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അന്വേഷണ ഘട്ടത്തിൽ മാത്രമേ തീരുമാനമാകൂ എന്ന് പറഞ്ഞ് അതേ കാര്യങ്ങൾ തന്നെ പിന്നീട് അടുത്ത ദിവസം വാർത്താക്കുറിപ്പായി സെക്രട്ടേറിയറ്റ് പുറത്തിറക്കുന്നു. ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം പുറത്തു വരുന്ന കാര്യങ്ങളും അതുതന്നെയാണ്. അപ്പോൾ അവസാന വാക്ക് മുഖ്യമന്ത്രിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രി തീരുമാനിച്ചത് പ്രകാരം മാത്രമേ ഇനി പാർട്ടിയിൽ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. CPIയെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് ഒന്നുകൂടി കടുപ്പിക്കുന്നു എന്നുള്ളതാണ്. പതിവിന് വിരുദ്ധമായി ക്യാബിനറ്റ് യോഗത്തിൽ ഇന്ന് റവന്യൂ മന്ത്രി അതിശക്തമായി തന്നെ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. CPI അതിശക്തമായി കാര്യങ്ങൾ പുറത്തേക്ക് പറയുന്നു. അവർ പല തവണയായി ലേഖനങ്ങൾ എഴുതുന്നു, പരസ്യ പ്രസ്ഥാനങ്ങൾ. ഇവിടെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി, അപ്പുറത്ത് ജനറൽ സെക്രട്ടറി ഒക്കെ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനൊന്നും മറുപടി ലഭിച്ചില്ല. ഏറ്റവും ഒടുവിൽ ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവെച്ച അന്വേഷണ റിപ്പോർട്ട് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ജനയോഗത്തിലെ മുഖപ്രസംഗം. ആ കാര്യങ്ങളിലേക്ക് അടക്കം എത്തി. അപ്പോഴും ADGPയുടെ കാര്യത്തിൽ ആഭ്യന്തര സെക്രട്ടറി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കും വരെ കാത്തിരിക്കാം, തിടുക്കം വേണ്ട നടപടിക്ക് എന്നുള്ളതാണ് വിലയിരുത്തൽ. എന്തുകൊണ്ടാണ് ഇങ്ങനെ RSSുമായുള്ള ഒരു കൂടിക്കാഴ്ചയുടെ കാര്യത്തിൽ, രാഷ്ട്രീയ കൂടിക്കാഴ്ചയുടെ കാര്യത്തിൽ DGPയുടെയും ആഭ്യന്തര സെക്രട്ടറിയുടെയും റിപ്പോർട്ടിന് കാത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനാകുന്നില്ല. ആ കൂടിക്കാഴ്ച എന്നുള്ളത് ആരെ സഹായിക്കാനാണ് എന്നുള്ള ചോദ്യം വരുമ്പോൾ സാധാരണഗതിയിൽ CPMും അക്കാര്യത്തിൽ ഒരു അങ്കലാപ്പ് കാണിക്കേണ്ടതാണ്. സ്വാഭാവികമായി ആ ഒരു അങ്കലാപ്പ് ഉണ്ടാവേണ്ടതാണ്. കാരണം അവിടെ ഇടത് സ്ഥാനാർത്ഥി തോൽക്കപ്പെടുന്നു. അവിടെ RSSന് വേണ്ടി ഇടത് സർക്കാരിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന സംശയം വരികയും അതിനെതിരെ ശക്തമായ പ്രതികരണവും വരേണ്ടത് യഥാർത്ഥത്തിൽ CPMിൽ നിന്നാണ്. അതിശക്തമായ പ്രതികരണം വരേണ്ടത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയിൽ നിന്നാണ്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത് എന്നിടത്താണ് ഇവിടെ ഒരു ഐക്യപ്പെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയം വരുന്നത്. ഇത് പൂരം കലക്കിയത് തന്നെയാണ്. അതിലൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന് ഊന്നി CPI പറയുന്നു. അപ്പുറത്ത് ഞങ്ങളുടെ പരാജയം രാഷ്ട്രീയ കാരണങ്ങളായി, ഞങ്ങളുടെ കോൺഗ്രസിനകത്തെ പ്രശ്നം കൊണ്ടാണ് കെ മുരളീധരൻ പറയുന്നുണ്ട്. പക്ഷേ അവിടെ ഇടത് സ്ഥാനാർത്ഥി തോറ്റത് എങ്ങനെയാണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറയുകയും ADGP RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവാണല്ലോ ഈ RSS ADGP കൂടിക്കാഴ്ച ആദ്യം ശക്തമായി ഉന്നയിച്ച മറ്റു കാര്യങ്ങൾ വരുമ്പോഴും അതിലേക്ക് ഊന്നിയത്. അപ്പോൾ അന്ന് അത് പറയുമ്പോൾ ഒരു കൂടിക്കാഴ്ചയിൽ എന്താണ് കുഴപ്പം, രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട സംഘടനയല്ലേ എന്ന് ചോദിച്ച സ്പീക്കറാണ്. അതിനുശേഷം ഇപ്പോൾ 21ാമത്തെ ദിവസം ഒരു അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വരുന്നത്. പക്ഷേ അപ്പോഴും രാഷ്ട്രീയ വിഷയത്തിൽ എങ്ങനെയാണ് ഒരു പോലീസ് അന്വേഷണത്തിൽ റിപ്പോർട്ട് നൽകുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിൽക്കുന്നു. നിയമപരമായി അതിൽ തെറ്റില്ല. ഇപ്പോൾ ഒരു തീരുമാനം കൂടി വന്നിരിക്കുന്നു, സർക്കാർ ജീവനക്കാർക്ക് RSSന്റെ ഭാഗമായി പ്രവർത്തിക്കാമെന്നുള്ളത്. അങ്ങനെ വരെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ RSS ADGP കൂടിക്കാഴ്ചയിൽ ഒരു അസ്വാഭാവികതയും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്താൻ പോകുന്നില്ല. രാഷ്ട്രീയ ഗൂഢാലോചന ആരന്വേഷിക്കണം? CPM ആഭ്യന്തരമായി അന്വേഷിക്കണം. അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് CPM പോകുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു പ്രതികരണം CPMന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. ഇതിൻ്റെ അന്നത്തെ ദിവസം എന്തൊക്കെ നടന്നു, പൂര ദിവസം എന്തൊക്കെ നടന്നു എന്നതിൻ്റെ വിവരങ്ങൾ ഓരോന്നായി പുറത്തു വരികയാണല്ലോ. ADGP അവിടെ തലേ ദിവസം രാത്രി മുഴുവൻ അവിടെ ഉണ്ടാവുകയും എങ്ങനെ വേണം, അതായത് നേരത്തെ തന്നെ അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് ഒരു ചർച്ച നടന്നിരുന്നു. അത് അട്ടിമറിച്ചുകൊണ്ട് വേറെ രൂപത്തിലേക്ക് തീരുമാനം പോകുന്നത് ADGPയുടെ നിയന്ത്രണത്തിലുള്ള യോഗത്തിലായിരുന്നു എന്നുള്ള വിവരങ്ങൾ അടക്കം പുറത്തു വരുന്നു. ഇത് കമ്മീഷണർക്ക് മാത്രം എതിരെയുള്ള റിപ്പോർട്ടായി ADGP റിപ്പോർട്ട് നൽകുമ്പോൾ അതിൻ്റെ ആമുഖക്കുറിപ്പായി DGP അന്വേഷണ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ADGPക്ക് വീഴ്ച പറ്റി എന്നുള്ളത് തന്നെയാണ്. അതിലപ്പുറത്തേക്ക് അന്വേഷണം കടക്കുമോ? എങ്ങനെയൊക്കെയാണ് വീഴ്ച പറ്റിയിരിക്കുന്നത്? വീഴ്ചയാണോ അതോ ബോധപൂർവമായ ഗൂഢാലോചനയാണോ? അതാരന്വേഷിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ADGP അവിടെ ഉണ്ടായിരുന്നു. അവിടെ VS സുനിൽകുമാറും കെ മുരളീധരനും എത്തുന്നതിന് മുമ്പ് VIP-കളുടെ വാഹനങ്ങൾക്ക് പോലും നിയന്ത്രണം ഉണ്ടാകുന്ന വഴിയിലൂടെ ആംബുലൻസിൽ അവിടെ എത്തുകയാണ് സുരേഷ് ഗോപി. ആരുടെ ആംബുലൻസിലാണ്? വരാഹി അനലിറ്റിക്സ് ഇലക്ഷൻ സ്ട്രാറ്റജി നടത്തുന്ന അതെ, അതിന്റെ ആളാണ്. കനകോലിനെ പോലെ പ്രവർത്തിക്കുന്ന അഭിജിത്ത് നായർ. ഈ സ്ഥാപനം ഈ വരാഹി അനലിറ്റിക്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ജയകുമാറുമായിട്ട് പൂരത്തിൻ്റെ തലേ ദിവസങ്ങളിലും ഒരു 3-4 തവണയെങ്കിലും ADGP കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് തൃശ്ശൂരിൽ. അപ്പോൾ അതെന്തിനായിരുന്നു? ഒരു സുഹൃത്തായിരിക്കാം. പക്ഷേ ഈ സുഹൃത്ത് അസ്വാഭാവികമായി തൃശ്ശൂരിൽ നിൽക്കുന്നു. അവിടെ വെച്ച് ആ കൂടിക്കാഴ്ച നടക്കുന്നു. ഈ ആംബുലൻസ് അവിടെ നേരത്തെ തന്നെ സുരേഷ് ഗോപിയുടെ വീടിൻ്റെ പടിക്കൽ ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു. രാത്രി 2 മണിക്ക് ഉറങ്ങാതെ അദ്ദേഹം ആ ആംബുലൻസ് വരുന്ന കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇവരൊക്കെ
എത്തുന്നതിന് മുമ്പ് സുരേഷ് ഗോപി അവിടെ എത്തുകയും പ്രശ്നപരിഹാരകനായി അവിടെ നിൽക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ ഇതിനൊരു നാൾ വഴിയുണ്ട്. അമിത്ഷാ തൃശ്ശൂരിൽ എത്തുന്നത് മുതൽ അതിനൊരു നാൾ വഴിയുണ്ട്. അനൗദ്യോഗികമായി അവിടുത്തെ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയെ തിരഞ്ഞെടുക്കുന്നത് മുതലുള്ളൊരു തീരുമാനമുണ്ട്. സുരേഷ് ഗോപി അവിടേക്ക് പൂർണ്ണമായും കേന്ദ്രീകരിക്കുന്നു. അവിടെ കരുവന്നൂർ ഏറ്റെടുത്തുകൊണ്ടുള്ള കാൽനട ജാഥ നടത്തുന്നു. അങ്ങനെ ഓരോരോ വിഷയങ്ങളിലും അവർക്ക് വളരെ കൃത്യമായി അത് RSSന്റെ ഒരു തീരുമാനമാണ്, സ്ട്രാറ്റജി. അത് വളരെ ഘട്ടം ഘട്ടമായി നടപ്പാക്കാൻ അവർക്ക് കൃത്യമായ രീതികളുണ്ട്. ആ രീതികളിലൂടെ തന്നെയാണ് അത് നടപ്പാക്കിയിരിക്കുന്നത്. അത് നടപ്പാക്കാൻ ആരുടെയൊക്കെ സഹായമുണ്ടായി, അത് നടപ്പാക്കാൻ ഇവിടെ കണ്ണടക്കിയായിരുന്നു. ഇപ്പോൾ ADGPയുമായി ബന്ധപ്പെട്ട് ആ രൂപത്തിലുള്ള രാഷ്ട്രീയ അന്വേഷണം ഇല്ല എന്ന് പറയുമ്പോൾ അത് നടപ്പാക്കാൻ അനുവദിക്കുകയായിരുന്നു. അങ്ങനെ അനുവദിക്കുകയായിരുന്നെങ്കിൽ പകരം എന്ത് കിട്ടിയെന്ന ചോദ്യമാണ് ഇവിടെ ആവർത്തിച്ച് ഉന്നയിക്കപ്പെടുന്ന. പകരം എന്തോ കിട്ടിയിട്ടുണ്ട്, അത് കണ്ടെത്തുക തന്നെ വേണം. അതാര് കണ്ടെത്തും? ഇവിടുത്തെ മാധ്യമങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്, അതല്ലെങ്കിൽ പ്രതിപക്ഷം കണ്ടെത്തേണ്ടതുണ്ട്. കാരണം CPMന് അതേക്കുറിച്ച് പരാതിയില്ല. മുഖ്യമന്ത്രി എന്താണോ പറയുന്നത് അതാണ് ഇനി CPMന്റെ നിലപാട് എന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞു. അതല്ലാതെ DGP നൽകുന്ന, ആഭ്യന്തര സെക്രട്ടറി നൽകുന്ന റിപ്പോർട്ട് ADGPയുമായി ബന്ധപ്പെട്ട് ഇതിപ്പോൾ സസ്പെൻഷൻ ഓർഡർ എന്നുള്ളത് ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി പറയുന്ന പോലെ നടപടിക്രമം എന്ന വാദത്തിൽ വേണമെങ്കിൽ ഉന്നയിക്കാം. പക്ഷേ സസ്പെൻഷനല്ല, ക്രമസമാധാന ചുമതലയിൽ എങ്ങനെ ആ ഉദ്യോഗസ്ഥൻ തുടരുന്നു? ഇത്രയും വിവാദമുണ്ടായ ശേഷം പ്രതിപക്ഷത്തിനെ വിടൂ, ഭരണ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത കക്ഷി ആവർത്തിച്ച് ഞങ്ങളെ തോൽപ്പിച്ചതാണ്, അവിടെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിന്മേലൊരു പരിശോധന ആ രൂപത്തിൽ രാഷ്ട്രീയമായി വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ CPMന് ഈ ചോദ്യം ഇപ്പോൾ മാത്രമല്ല, ചോദ്യം കാലങ്ങളോളം നേരിടേണ്ടി വരുമെന്നുള്ളതാണ്. അടുത്ത ഉപതെരഞ്ഞെടുപ്പിൽ ഇതാണ് പ്രധാനപ്പെട്ട വിഷയമെന്ന് പ്രതിപക്ഷം പറഞ്ഞു കഴിഞ്ഞു. ഉറപ്പായിട്ടും ഇതിന് വലിയ വില നൽകേണ്ടി വരും. അത് രാഷ്ട്രീയമായിട്ട് വലിയ തിരിച്ചടി CPMന് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. Meet the editors.